Hi all, അപ്പോൾ നമ്മുടെ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് 7 ദിവസം കൊണ്ട് എന്ത് പഠിക്കാം? +1 ഫോക്കസ് ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് പഠിച്ച് കരസ്ഥമാക്കാൻ പറ്റും. അതിന് പ്രത്യേകമായ ടൈം ടേബിൾ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അതിന് മുമ്പേ ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല, ദിവസവും ഒന്നും ഷെഡ്യൂളല്ല. നിങ്ങൾക്ക് ഒരു 7 ദിവസം സമയം നിങ്ങൾക്ക് തന്നെ ഷെഡ്യൂൾ ചെയ്യാം. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം, ടൈമും കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. ഒരു ദിവസം നമ്മൾ പറയുന്നു, ഇപ്പോൾ 12-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതി രാവിലെ 7 മണി തൊട്ട് 8 മണി വരെ ഫിസിക്സ് പഠിക്കുന്നു, 8 തൊട്ട് 9 വരെ കെമിസ്ട്രി പഠിക്കുന്നു. അങ്ങനെ ടൈം ഷെഡ്യൂൾ നല്ല കാര്യമാണ്. കാരണം നമ്മൾ അതിനെ അറേഞ്ച് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ഡേ നമുക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ, അത് ഞാൻ കുറ്റമൊന്നും ഒരിക്കലും പറയത്തുമില്ല. പക്ഷേ ഇതിൻ്റെ ഇടക്ക് നമ്മളുടെ പല കുട്ടികളിലും ഉണ്ടാകുന്ന ചെറിയൊരു പ്രശ്നമുണ്ട്. ആ കാര്യം ഞാൻ ഒന്ന് കാണിച്ചതിന് ശേഷം, അതുകൊണ്ടാണ് ഞാൻ ടൈമിനെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് പറയാറുന്ന കാര്യം. അതെന്താണ് ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഓരോരുത്തരെയും മനസ്സിലൊന്ന് കയറി പോകുമ്പോൾ കാര്യം കത്തും എന്താണെന്നുള്ളത്. പലർക്കും സംഭവിക്കുന്ന കാര്യം അതായിരിക്കാം. ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നാളത്തെ ദിവസം ഞാനൊരു ടൈം ഷെഡ്യൂൾ ചെയ്യുകയാണ്. രാവിലെ 10 മണി തൊട്ട് 11 മണി വരെ ഞാൻ ഫിസിക്സ് പഠിക്കുന്നു, അല്ലെങ്കിൽ 11 മണി വരെ ഫിസിക്സ് പഠിക്കുന്നു. 11:30 തൊട്ട് 12:30 വരെ ഞാൻ കെമിസ്ട്രി പഠിക്കുന്നു. ഇങ്ങനെ ഞാൻ ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണ് എങ്കിൽ നമ്മൾ ഒരു ചാപ്റ്റർ പഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ടൈം ഷെഡ്യൂൾ എടുക്കുന്നത്. അല്ല, നമ്മൾ വെറുതെ ഒരു ടൈമിൽ മാത്രം പഠിച്ച് നിർത്തുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ കുഴപ്പമില്ല, ആ ടൈം വെച്ച് പഠിക്കാം. പക്ഷെ നമ്മൾ എടുക്കുന്ന അങ്ങനെയല്ല, ഒരു ചാപ്റ്റർ തീർക്കുക എന്ന ലക്ഷ്യത്തോടായിരിക്കും നമ്മൾ എടുക്കുന്നത്, അല്ലേ? അങ്ങനെ എടുത്തു തുടങ്ങുമ്പോൾ ഫോക്കസ് ഏരിയ ആണെങ്കിലും അല്ലെങ്കിൽ തന്നെയും നമുക്ക് പ്രോബ്ലവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു ചെല്ലാൻ നേരത്ത് ചിലപ്പോൾ സമയം കൂടി പോകും. അപ്പം നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന കാര്യം ആ പഠനമല്ല, ആ ടൈം ഷെഡ്യൂൾ നമ്മുടെ മനസ്സിലുള്ളത്. എനിക്ക് 10 തൊട്ട് 11 എങ്ങനെയെങ്കിലും തീർക്കണം എന്ന ചിന്തയേ ഉള്ളൂ നമ്മുടെ ഉള്ളിൽ, അല്ല വേറൊന്നും വരുന്നില്ല. അതാണ് ഒരു പറഞ്ഞ കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ടെൻഷൻ കൂടാൻ തുടങ്ങും. 10:30 എനിക്ക് ഇനിയും പഠിക്കാൻ തുടങ്ങും, മറിക്കും, പേപ്പർ കൊണ്ട് മറിക്കാൻ തുടങ്ങും. ഇങ്ങനെ ഇനി ഇത്രയും ഉണ്ട്, അരമണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റൂ. പിന്നെ അടുത്ത കുറച്ചുകൂടെ കഴിയുമ്പോൾ 10 മിനിറ്റ് കൂടെ ഉള്ളൂ, നീ ഉണ്ട്, ഒരുപാട് പഠിക്കാൻ കിടക്കും, എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് തോന്നുന്നു, ഈ ടൈം ഷെഡ്യൂൾ എല്ലാം തെറ്റും. ഇപ്പം എല്ലാം മനസ്സിലൂടെ ഈ നെഗറ്റിവിറ്റിയുള്ള ഈ കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുക. അപ്പം നിങ്ങളുടെ മനസ്സിൽ ടെൻഷൻ കാരണം നേരത്തെ പഠിച്ച കാര്യങ്ങളെല്ലാം പോയി അവസ്ഥയാണ് വരുന്നത്. ഓക്കെ, ദെൻ അപ്പം നമ്മൾ എന്ത് ചെയ്യും, അടുത്ത 11:30 എന്ന് പറഞ്ഞ ഷെഡ്യൂളിലേക്ക് നമ്മൾ എത്താൻ പോവാണ്, സമയമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ പഠിച്ച് എവിടെ എത്തി, 11:30 കഴിഞ്ഞ് 11:45 ആയപ്പോഴാണ് നമ്മുടെ എന്ത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയത്. അപ്പം നമ്മുടെ അടുത്ത ടൈമിൻ്റെ ആ ഷെഡ്യൂൾ തെറ്റി. അപ്പോൾ നമ്മുടെ മനസ്സിൽ വീണ്ടും അത് തെറ്റിയത്, നമുക്ക് എനിക്ക് ബാക്കി ഉച്ചയ്ക്ക് ശേഷമുള്ള എല്ലാം മാറ്റേണ്ടി വരും എന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് നോക്കുക. വർക്കൗട്ട് ആവുകയാണെങ്കിൽ പിന്നെ അതങ്ങ് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഞാൻ എൻ്റെ വ്യൂ ഓഫ് പോയിന്റ് വെച്ച് പറയുന്നതാണ് കേട്ടോ, അല്ലാതെ എടുക്കുകയും ചെയ്യാവേ. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ടൈം ഷെഡ്യൂളോ കാര്യങ്ങളോ ഒന്നും എടുക്കരുത്. നമ്മൾ നേരെ എന്ത് ചെയ്യുക, രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഫിസിക്സ് രാവിലെ ഞാൻ പഠിക്കും. 10 മണിക്ക് എടുക്കുന്നു, ബുക്ക് എടുക്കുന്നു, ടൈം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ മനസ്സ് ഫ്രീ ആയി, നമുക്ക് എത്ര സമയം വേണമെങ്കിലും പഠിക്കുക. എല്ലാ കൺസെപ്റ്റും എല്ലാ പ്രോബ്ലമും നന്നായിട്ട് ഫോക്കസ് റിലേറ്റഡ് പഠിച്ച് വന്നപ്പോൾ 12 മണിയായി. ഓക്കെ, 11 മണി ആയിക്കോട്ടെ. 12 മണിക്ക് ശേഷം ഫുഡ് കഴിച്ച ശേഷം ഞാൻ 2 മണിക്ക് പഠിക്കാൻ തുടങ്ങും. 2 മണി തൊട്ട് ഞാൻ 4 മണി വരെ മാത്തമാറ്റിക്സിൻ്റെ ഒരു ചാപ്റ്റർ പഠിക്കുന്നു. കഴിഞ്ഞു. 4 മണിക്ക് സ്നാക്സോ മറ്റു കാര്യം ചായ കുടിച്ച് കഴിഞ്ഞ് ഞാൻ 6 മണി തൊട്ട് അടുത്ത് പഠിക്കാൻ തുടങ്ങി. 6 മണി തൊട്ട് 8 മണി വരെ അടുത്ത കെമിസ്ട്രി പഠിക്കുന്നു. അവിടെ ടൈം ഷെഡ്യൂളല്ല ഞാൻ പറയുന്നത്. ഈ സമയം എന്ന് വെച്ചാൽ അത്രയും സമയം നിങ്ങൾ എടുത്ത് പഠിക്കാനാണ് ഉദ്ദേശിച്ചത്. അവിടെ സമയം ഷെഡ്യൂളൊന്നും ഇല്ല കേട്ടോ. അവിടെ ചിലപ്പോൾ 8 മണി, ചിലപ്പോൾ 9 മണി ആയിക്കാണുമായിരിക്കും, ചിലപ്പോൾ 10 മണി ആയിക്കാണുമായിരിക്കും. അങ്ങനെ സമയം ആയെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ ഇതിനിടക്ക് പഠിക്കുക എന്ന ഉദ്ദേശം പറഞ്ഞില്ല. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈമിൻ്റെ ഒരു ഷെഡ്യൂൾ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ഒരു 2-3 ദിവസം പഠിക്കുക. 5-ാമത്തെ ദിവസം നിങ്ങൾ തനിയെ തന്നെ ആ ഷെഡ്യൂളിൽ പഠിക്കും. 10 തൊട്ട് 12 മണിക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. നിങ്ങളുടെ മനസ്സിൽ ആ ഷെഡ്യൂൾ ആയി. ഇപ്പോൾ അടുത്ത നിങ്ങൾ എന്ത് പഠിക്കും, ഫിസിക്സ് അടുത്ത ചാപ്റ്റർ അത് പഠിക്കും. അങ്ങനെ പഠിച്ച് ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. ദാറ്റ് ഈസ് ഷെഡ്യൂൾ ആയി അവിടെ സാധനം. നിങ്ങളുടെ മനസ്സിൽ തന്നെ ആ കാര്യങ്ങൾ, നിങ്ങളുടെ ശരീരം തന്നെ ഓട്ടോമാറ്റിക്കലി ആയിക്കഴിഞ്ഞു. ഓക്കെ, നിങ്ങളിപ്പം വെളുപ്പാൻ കാലത്ത് എണ്ണീക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ ഒരുപാട് നാൾ എണ്ണീക്കാതിരുന്ന് ഒരു 4:30-5 മണി പരുവത്തിൽ നിങ്ങൾ ഒരു ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എണ്ണീക്കുകയാണെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ അലാറം വെച്ചില്ലെങ്കിൽ തനിയെ എണ്ണീറ്റ് വരും. അത് നമ്മുടെ ശരീരം അതനുസരിച്ച് എന്ത് ചെയ്യുന്നതാണ്, പ്രവർത്തിക്കുന്നതാണ്. അറിയാമല്ലോ, ഹോർമോണിൻ്റെ ആ ഒരു ചേഞ്ച് ഒക്കെ. അത്രേ ഉള്ളൂ ഇത്. അത് പോട്ടെ. അതിന് നമുക്ക് വന്ന കാര്യത്തിലൊക്കെ ഞാൻ അതിനു മുമ്പ് ഈ ഒരു കാര്യം പറഞ്ഞ ശേഷം വരാൻ പോകുന്ന കാര്യം, നമുക്ക് 7 ദിവസം കൊണ്ട് നമ്മുടെ എന്ത് പഠിക്കാമെന്നാണ്, മാത്തമാറ്റിക്സ് +1 ഫോക്കസ് റിലേറ്റഡ് ക്ലാസ്സുകൾ പഠിച്ച് തീർക്കാം എന്നുള്ള കാര്യം തുടങ്ങിയാണ് ഞാൻ വന്നത്. പക്ഷെ ഇത്രയും കാര്യം പറഞ്ഞു വന്നത് എന്തിനു വേണ്ടിയാണ്, നിങ്ങൾക്കൊന്നും അതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി. ടൈമോ കാര്യങ്ങളോ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ വെറും ഗ്രൂപ്പിംഗ് മാത്രമേ പറയുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് ഇത്രയും കാര്യം വിവരിച്ചത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പം നമ്മൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പം എൻ്റെ ഗ്രൂപ്പിംഗ് ഓഫ് ചാപ്റ്റേഴ്സ്, അപ്പോൾ 16 ചാപ്റ്റേഴ്സ് നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കാനുള്ള ഞാൻ ഗ്രൂപ്പ് ചെയ്യുന്ന രീതി, ഫസ്റ്റ് ഗ്രൂപ്പ്
ഏതാണെന്ന് പറയാ? സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആൻഡ് പ്രോബബിലിറ്റി. എന്തിനാ സാറേ അങ്ങനെ ചെയ്തത്? സെറ്റ്സും റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസും ഓക്കെ, സെറ്റ്സും റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസും ബന്ധമുണ്ട്, പക്ഷെ പ്രോബബിലിറ്റി അതിനൊരു ബന്ധമില്ലല്ലോ. പക്ഷെ ഒരു ചെറിയൊരു കാര്യമാണ് ഉണ്ട് കേട്ടോ. നമുക്ക് ഫോക്കസ് ഏരിയയ്ക്ക് അത് പഠിക്കാനുള്ള കാര്യമാണ് പി എ ഓർ ബി. ഓക്കെ, അല്ലെങ്കിൽ എ ഓർ ബി, പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി, പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ. എ ഓർ ബി എന്തുവാടാ? എ യൂണിയൻ ബി അല്ലേ? നോട്ട് എ എന്തുവാടാ? എ കോംപ്ലിമെന്റ്. ഇതൊക്കെ എവിടെ പഠിക്കുന്നത്? എ യൂണിയൻ ബിയും നോട്ട് എ ഒക്കെ സെറ്റ്സിലല്ലേ പഠിക്കുന്നത്. അപ്പൊ എന്ത് വേണം? സെറ്റ്സ് നമ്മുടെ ചാപ്റ്ററിന്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അവിടുത്തെ ഇക്വേഷൻസ് നമുക്ക് വേണം. അപ്പൊ ആ ചാപ്റ്റർ പഠിക്കുന്നതിനോടൊപ്പം പ്രോബബിലിറ്റി പഠിച്ചാൽ എന്ത് പറ്റും? ഒരെണ്ണം പഠിക്കുന്നതോടൊപ്പം രണ്ടെണ്ണമായി. ഓക്കെ, അപ്പൊ നമുക്ക് 3 ചാപ്റ്ററിന് ഒരു ഗ്രൂപ്പ് ആക്കാം. അപ്പോൾ ഒരു ദിവസത്തെ പഠനമായി ഏതൊക്കെയാ? സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, പ്രോബബിലിറ്റി. ഈ ഒരു ദിവസം 3 ചാപ്റ്റർ പഠനം എന്ന് വെച്ചാൽ 3 ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കണം, പ്രോബ്ലം ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ മാർക്ക് ഇതെല്ലാം ചെയ്യേണ്ട ഒരു ദിവസം കൊണ്ടാണ്. അപ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ ദിവസം നമ്മൾ എടുക്കാവുന്ന ചാപ്റ്റർ എന്ന് അറിയാമോ? വലിയൊരു ചാപ്റ്റേഴ്സ് തന്നെ, ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആൻഡ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ആ 2 ചാപ്റ്ററും ബന്ധമുണ്ടല്ലോ, അറിയാം. ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് നമുക്ക് എന്താ? സൈനും കോസും ടാനും പഠിക്കാനുള്ള എവിടെ ഉണ്ട്? ലിമിറ്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ബന്ധമുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സും ട്രിഗണോമെട്രി ഫംഗ്ഷൻസും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക് കൂട്ടി ചെയ്യണം, എല്ലാം ചെയ്ത് നോക്കണം. അപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പായി, രണ്ടാമത്തെ ദിവസവും. ഇനി മൂന്നാമത്തത് പെർമുട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആൻഡ് ബൈനോമിയൽ തിയറം. അത് തമ്മിൽ റിലേഷൻ ഉണ്ടല്ലോ, ബന്ധമുണ്ട് അങ്ങോട്ടും ഉണ്ടോ അല്ലേ? പെർമുട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ, അത് കോമ്പിനേഷൻ കണ്ട ഫോക്കസ് ഏരിയക്കത്തുള്ളതെന്ന് തോന്നും. അപ്പോൾ നമുക്ക് എന്ത് പഠിക്കാം? ബൈനോമിയൽ തിയറം പഠിക്കുകയാണ്, നമുക്ക് ഒരു ഇക്വേഷൻ പഠിച്ചു കിട്ടും. NCR. എന്തോ NCR എന്ന് വെച്ചാൽ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് അതും പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ പെർമുട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസും ബൈനോമിയൽ തിയറം മൂന്നാമത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി നാലാമത്തെ ദിവസം നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്നറിയാവോ? സ്ട്രെയിറ്റ് ലൈനും കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷനും. തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. സ്ട്രെയിറ്റ് ലൈൻ ഒരു എടുത്തു നോക്കുകയാണെങ്കിൽ കുറച്ചൊരു വലിപ്പമുള്ള ചാപ്റ്ററാണ്. കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്നും ഇല്ല തന്നെ, ഫോക്കസ് ഏരിയ വെച്ച്. കാരണം എന്ത് മാത്രം പഠിച്ചാൽ മതി? ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അതൊരു ഗ്രൂപ്പായി. എത്ര ദിവസമായി? നാലാമത്തെ ദിവസം. അഞ്ചാമത്തെ ദിവസം നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ് കോണിസെക്ഷൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ റീസണിങ്. മാത്തമാറ്റിക്കൽ റീസണിങ് എന്താ? നെഗേഷൻ പോലുള്ള കാര്യങ്ങളെ ഉള്ള കോണിസെക്ഷൻ, അത് കുറച്ച് ഉണ്ടെന്നേ ഉണ്ട്. അപ്പോൾ അത് തമ്മിൽ ഒരു വലിയ ചാപ്റ്റർ, ഒരു ചെറിയ ചാപ്റ്റർ. 5 ദിവസം നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മുടെ ടൈമിൽ കംപ്ലീറ്റ് ആയിരിക്കണം. ഒരു പോയിന്റോ കാര്യങ്ങളോ മറന്നു പോകാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിരിക്കണം. ഇനി ആറാമത്തെ ദിവസത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് 3 ഡയമെൻഷണൽ ജോമെട്രി. ഓക്കെ, അത് തമ്മിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കുറച്ച് ഉണ്ട്, കണക്ക് ചെയ്ത് നോക്കാണ്ട് 3 ഡയമെൻഷണൽ ഒന്നും ഇല്ല പഠിക്കാൻ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, ലാസ്റ്റ് ഏഴാമത്തെ ദിവസം നമ്മൾ 3 ചാപ്റ്ററാണ് അവിടെയും ചേർത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം 2 ചാപ്റ്റർ ആയിരുന്നു. ആദ്യത്തെ ദിവസവും 7ാമത്തെ ദിവസം നമ്മൾ 3 ചാപ്റ്ററിനെ ചേർത്തിരിക്കുകയാണ്. 3 ചാപ്റ്റർ ഏതൊക്കെയാണ്? മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ലീനിയർ ഇൻഇക്വാലിറ്റി ആൻഡ് സീക്വൻസ് ആൻഡ് സീരീസ്. സീക്വൻസ് ആൻഡ് സീരീസ് GP പഠിച്ചാൽ മതി. മറ്റ് 2 ചാപ്റ്ററും താരതമ്യം ചെയ്യുവാണെങ്കിൽ വളരെ ചെറിയൊരു ചാപ്റ്റേഴ്സുകൾ തന്നെയാണ്. അപ്പം 7 ദിവസം കൊണ്ട് നമ്മുടെ എന്ത് കംപ്ലീറ്റ് ആയതാണ്? മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ +1 ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് ആയി. ഓക്കെ ആണോ? പെർഫെക്റ്റ് ആണോ പറഞ്ഞ കാര്യം? ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്യണം. നിങ്ങൾ പ്ലാൻ ചെയ്യണം എന്ന് വെച്ചാൽ ഉദ്ദേശിച്ച് ഞാൻ തന്ന ഈ ഒരു കാര്യം വെച്ച് നിങ്ങൾ ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കണം. ടൈം ഷെഡ്യൂൾ വെച്ചാൽ നിങ്ങൾ ടൈം ഷെഡ്യൂൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യേണ്ട കാര്യം രാവിലെ എടുക്കുക, രാവിലെ മാത്തമാറ്റിക്സിന്റെ ഈ 2 ചാപ്റ്റർ പഠിക്കുക, ഉച്ചയ്ക്ക് ശേഷം 1 ചാപ്റ്റർ പഠിക്കുക. അതാണ് ഞാൻ ടൈം ഷെഡ്യൂൾ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക് അതായത് മാറിക്കോളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് വെച്ച് നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക. പിന്നെ ഇതിനോടൊപ്പം എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ കമ്മ്യൂണിറ്റി ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, മാത്രം ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വേണം. ആദ്യം ഫസ്റ്റ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ വീഡിയോ ഉറപ്പായിട്ടും വന്നിരിക്കും. ഈ കാണുന്ന ഓരോ വിദ്യാർത്ഥികളും അത് വെയിറ്റ് ചെയ്തിരിക്കും. ഉറപ്പായിട്ടും ഞാൻ ഇട്ടിരിക്കും. അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ, ഒരു 2 ദിവസങ്ങൾക്കുള്ളിൽ 3 ദിവസങ്ങൾക്കുള്ളിൽ ഉറപ്പായിട്ടും ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന് എന്തിടും? ഫോക്കസ് ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഇട്ടിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് നേടാം നല്ലൊരു റിസൾട്ട്. ഓക്കെ, താങ്ക് യു.